അന്നും അവളെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് വിരിഞ്ഞ ഭാവം ഭയമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. അതോടെ അവൾക്ക് ഉറപ്പായി അവർക്ക് എന്തൊക്കെയോ അറിയാമെന്ന്. ഞാൻ ഗംഗയുടെ മകളാണെന്ന് അവൾ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഏത് ഗംഗ, എനിക്കറിയില്ല എന്നിങ്ങനെയുള്ള ഒഴിഞ്ഞുമാറലുകളിൽ നിന്നും അവരൊന്നും വിട്ടുപറയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവർക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് സത്യ ഡോക്ടറിനോട് അവരെക്കുറിച്ച് ചോദിച്ചു. സത്യ ഒരു മീഡിയ പേഴ്സൺ ആയതിനാൽ അവളുടെ അന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഡോക്ടർ സഹകരിച്ചു. പിറ്റേന്ന് അവർ വീണ്ടും അവിടേക്ക് വരുന്ന സമയം നോക്കി അവൾ അവിടെ കാത്തു നിന്നിരുന്നു. അന്നും അവരുടെ ഭാവം പഴയത് തന്നെയായിരുന്നു. അവരുടെ ഒപ്പമുള്ള പുരുഷന്റെ പേര് സുരേഷ് എന്നായിരുന്നു. തമിഴ് ചുവയുള്ള മലയാളത്തിലാണ് അയാൾ സംസാരിച്ചത്. അങ്ങനെയാണ് അവൾ തന്റെ നമ്പർ അയാളുടെ കയ്യിൽ കൊടുത്തത്. സത്യ ദീർഘനിശ്വാസം അയച്ചു വിട്ടുകൊണ്ട് ആ നിമിഷം ഓർത്തെടുത്തു. ഒപ്പം അന്ന് അനുഭവിച്ച സംഘർഷങ്ങളും. കുറച്ചു ദിവസം കഴിഞ്ഞ് അയാൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ കരുതിയതുപോലെ സുരേഷ് ലൈലാമണിയുടെ മകനായിരുന്നില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽ നിന്ന് അയാളാണ് അവരെ രക്ഷിച്ചത്. അതിനുശേഷം അവർക്കൊപ്പം താമസിച്ചെങ്കിലും പിന്നീട് തിരികെ പോയി. ഇപ്പോൾ അവർ വിരുദൂർ എന്ന ഗ്രാമത്തിൽ ഒളിച്ചു കഴിയുകയാണെന്ന് എനിക്ക് വിവരം കിട്ടിയിരുന്നത് ശരിയാണെന്നതുപോലെ സുരേഷ് സംസാരിച്ചു. അവരെ ആരൊക്കെയോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് സുരേഷ് പറഞ്ഞത്. അവരുടെ കാര്യത്തിൽ കൂടുതലായി ഇടപെടാൻ സുരേഷിന് ഭയമുണ്ട്. എന്നാൽ അയാളുടെ മകളുടെ ഓപ്പറേഷന് വലിയൊരു തുക നൽകി ജീവൻ സംരക്ഷിക്കാൻ സഹായിച്ചതിന്റെ നന്ദിയായി അവർക്കൊപ്പം നിൽക്കുന്നതാണ്. ഞാൻ അവരെ വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് കണ്ട കാര്യം അയാളോട് പറഞ്ഞിരുന്നു. അവർ അന്നത്തെ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം കുറെ കാലം അയാൾക്കൊപ്പം തന്നെയായിരുന്നു. അതിനുശേഷം അവർ തിരികെ പോയിരുന്നു. ഇടയ്ക്കൊക്കെ അവരെ വന്ന് കാണുകയും ചെയ്തു. സത്യ അവരുമായി ആദ്യമായി കണ്ടുമുട്ടിയ സമയം ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ നോക്കാനായി ഡൽഹിയിലായിരുന്നുവെന്നും അത് അബോർഷൻ ആയതിനെ തുടർന്ന് മറ്റൊരാളെ നോക്കാൻ ഹോസ്പിറ്റലിൽ നിന്നിരുന്നുവെന്നും സുരേഷ് പറഞ്ഞു. അന്ന് അവരെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതിന്റെ വഴി അവൾക്ക് മനസ്സിലായി. എന്നാൽ ഏതോ കാരണത്താൽ കഴിഞ്ഞ 2 വർഷമായി അവർ ഒളിവിലാണ് കഴിയുന്നത്. മാത്രവുമല്ല, അവർക്കൊരു പോലീസുകാരനുമായിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്ന് കേട്ടിരുന്നു. അത് ചോദിച്ചപ്പോൾ സുരേഷിനും അയാളെ അറിയാം. എന്നാൽ അധികമൊന്നും വിട്ടു പറഞ്ഞതുമില്ല. സത്യ പണം നൽകി അയാളെ കൊണ്ട് കാര്യം പറയിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ കൈകൂപ്പി. മോളേക്കാൾ ചെറിയൊരു പെൺകുഞ്ഞ് എനിക്കുണ്ട്. വൈകി ഉണ്ടായതാണ്. മറ്റുള്ളവരെ സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുതെന്ന ചിന്തയുള്ള വ്യക്തിയാണ് ഞാൻ. അതേപോലെ ഞാൻ ജോലി ചെയ്യാതെ നേടുന്ന പണത്തിനോടും ആഗ്രഹമില്ല. ഒരിക്കൽ അവരുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കേണ്ടി വന്നതിൽ ഇന്ന് കുറ്റബോധം തോന്നുന്നുണ്ട്. അവര് ചെയ്ത ഏതൊക്കെയോ പാപങ്ങൾ ആ പണത്തിലൂടെ ഞങ്ങളിലേക്കും പടർന്നതുകൊണ്ടാവും. എന്റെ മോൾക്ക് ആ സർജറി കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ മോളോട് പറഞ്ഞിട്ട് അതുവഴി മണിയമ്മയ്ക്ക് പ്രശ്നങ്ങൾ വരരുത്. അതുകൊണ്ടാണ് അയാൾ ലൈലാമണിയെയാണ് മണിയമ്മ എന്ന് വിളിച്ചത്. അവർക്ക് മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങളുണ്ട്. എനിക്കതറിഞ്ഞാൽ മതി. ദൈവമായി നിങ്ങളെ എന്റെ കൺമുന്നിൽ എത്തിച്ചതാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇതെല്ലാം മറ്റൊരാളോട് പറഞ്ഞു കൊടുത്ത് അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല. എനിക്ക് സംഭവിച്ച നഷ്ടങ്ങൾക്ക് ആരോടും കണക്ക് ചോദിച്ചിട്ടും കാര്യമില്ല. അതിലൂടെ നഷ്ടപ്പെട്ടതൊന്നും തിരികെ കിട്ടില്ല. പക്ഷേ സത്യങ്ങൾ എനിക്കറിയണം. പ്ലീസ്. മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം അതുമാത്രമാണ്. സത്യ അയാൾക്ക് മുന്നിൽ കൈകൂപ്പി. ലൈലാമണി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ള സ്ത്രീയാണെന്ന് അവർ തന്നെ ഏറ്റു പറഞ്ഞിട്ടുള്ളതിനാൽ സത്യയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് സുരേഷിന് തോന്നി. മണിയമ്മ വിരുദൂറ് കഴിയാൻ തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുണ്ട്. അതിനു മുന്നേ എന്റെ വീട്ടിൽ വരികയും പോവുകയും ചെയ്യുമായിരുന്നു. അന്നൊക്കെ ഇടയ്ക്ക് ആ പോലീസുകാരനും ഉണ്ടായിരുന്നു. മണിയമ്മ അയാളെ സാറെന്ന് വിളിച്ചാലും അവർ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. നാട്ടിലുള്ള ഏതോ മുതലാളിമാരുടെ കാര്യങ്ങൾ അവർ സംസാരിക്കാറുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഇപ്പോഴും പല കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് വെച്ച് ഊഹം ശരിയാണെങ്കിൽ തുളസിയമ്മയെ ഭീഷണിപ്പെടുത്തിയ പോലീസുകാരനാവും. അയാൾ തന്നെയാണല്ലോ ലൈലാമണിയുടെ മൊഴിയെടുത്തതും അന്നത്തെ കേസുകൾ കൈകാര്യം ചെയ്തതും. ലൈലാമണിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്നേ നല്ലതായിരുന്നില്ല. അപ്പോൾ പോലീസുകാരനുമായി അവർക്കുണ്ടായിരുന്നു എന്ന് പറയുന്ന ബന്ധവും നേരായ രീതിയിലാവില്ല. സുരേഷ് കേരള തമിഴ്നാട് ബോർഡറിലാണ്. ലൈലാമണി ഇപ്പോൾ വിരുദൂർ എന്ന ഉൾനാടൻ ഗ്രാമത്തിലും. അവർ എന്തിനെയോ ഭയക്കുന്നുണ്ടെന്ന് സുരേഷ് തന്നെ സമ്മതിക്കുന്നു. മാധവൻ എന്ന മനുഷ്യന്റെ സുഹൃത്തുക്കളായി ഒപ്പം നിന്ന് ചതിച്ചവർ ഇന്ന് ജീവനോടെയില്ല. ആ പോലീസുകാരനുമില്ല. അയാൾ മരിച്ച ശേഷമാണ് ഇവർ വിരുദൂരിൽ വന്ന് ജീവിക്കാൻ തുടങ്ങിയത്. അയാളുടേത് ഒരു സ്വാഭാവിക മരണമായിരുന്നു.
പിന്നെ ലൈലാമണി ആരെയാണ് ഭയക്കുന്നത്? സത്യ തലപുകച്ചു. അപ്പോഴും അവൾക്കറിയില്ലായിരുന്നു. ഒരിക്കൽ തന്റെ മുറിയിലേക്ക് സുരഭി കടത്തിവിട്ട അരുണും അവന്റെ അച്ഛനുമെല്ലാം ലൈലാമണിയുമായി ബന്ധമുള്ളവരാണെന്ന്. പലതരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാണ് സത്യ യാത്രകൾക്ക് ഇറങ്ങി തിരിച്ചത്. ഈ യാത്രയിൽ തനിക്ക് എന്തും സംഭവിക്കുമെന്നൊരു തോന്നൽ അവൾക്കുണ്ട്. കാരണം യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ഒരു നെഗറ്റീവ് വൈബാണ്. ഹൃദയമിടിപ്പ് കൂടുന്നത് പോലെ. ലൈലാമണിയുടെ ഫോൺ വിളിയിൽ അവൾക്കൊരു അസ്വാഭാവികത തോന്നിയിരുന്നു. അവർക്ക് പിന്നിൽ മറഞ്ഞിരുന്നുകൊണ്ട് തനിക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ തിരിച്ചറിയണമെന്ന വാശിയും സത്യയ്ക്കുണ്ട്. കാരണം സത്യ രക്ഷിതന്റെ കുടുംബത്തിലേക്ക് ചേരാതെ തുളസിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ആരെങ്കിലും ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു ശക്തമായ കാരണമുണ്ടല്ലോ. ശരിക്കും അങ്ങനെ ഒരു കാരണമുണ്ട്. ആ കാരണം തുഷാർ വ്യക്തമായി എഴുതി വെച്ചിട്ടുമുണ്ട്. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്ന് മാത്രം സത്യക്കറിയില്ല. ചുറ്റും എല്ലാവരുമുണ്ട്, എന്നാൽ ആരുമില്ലാത്തതുപോലെ. ഞാൻ മൂലം ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയം. അതിനുശേഷം അവർക്ക് പ്രിയപ്പെട്ട മറ്റുള്ളവർ തന്നെ കുറ്റപ്പെടുത്തുമോ എന്ന ചിന്ത. ചിരിച്ചു നിന്ന മുഖങ്ങൾ കറുത്ത് കാണാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. എന്റെ വിയോഗത്തിൽ ക്ഷണനേരത്തിനപ്പുറം വേദനിക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല. അത്രമേൽ ഹൃദയത്തോട് ആരെങ്കിലും ചേർന്നിരിപ്പുണ്ടോ? അവൾ ആലോചിച്ചു. സത്യക്കെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും? ഇല്ല, ആരുമില്ല. എന്നാലോ ആരൊക്കെയുണ്ട് താനും. എങ്കിലും ചുറ്റുമുള്ളവർക്കൊക്കെ അവരുടേതായ ആളുകളുണ്ട്. അവരൊന്നും എന്നെ പോലെയല്ല. കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ടെന്ന തോന്നൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. അമ്മക്കുട്ടിയായ ശംഭു പോലും എന്നെ കരുതിയാണ് ഗൗതമി കുഞ്ഞമ്മയെ പിരിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ അവർക്കെല്ലാം സ്വന്തം അച്ഛനും അമ്മയും സഹോദരങ്ങളുമുണ്ട്. അവരൊന്നും ഇല്ലാത്തവർ മറ്റുള്ളവർക്കൊപ്പം എത്ര ചേർന്ന് നിന്നാലും ചില അതിർവരമ്പുകൾ ഉണ്ടാവും. വാശിയോടെ പൊരുതി ഇതുവരെ വന്നത് ആ സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ്. എങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുവെന്ന സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദൈവനിശ്ചയം പോലെ പലതും എന്നെ തേടി വരികയും ചെയ്തു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും മകളായ ഞാൻ നീതി നേടിക്കൊടുത്തിരിക്കും. അതെന്റെ നിയോഗമാണ്. അല്ലെങ്കിൽ എന്തിനാണ് ഇന്നും മോക്ഷം വേണ്ടെന്ന് അവർ വാശി പിടിച്ചുകൊണ്ട് പൂജാമുറിയിൽ തന്നെ ഇരിക്കുന്നത്? അവർക്കുറപ്പുണ്ടായിരുന്നു, അവരിൽ നിന്നുരുവായ ഞാൻ അവർക്ക് നീതി നേടിക്കൊടുക്കുമെന്ന്. എന്നെങ്കിലും ആരെങ്കിലും ആ രഹസ്യങ്ങൾക്ക് പിന്നാലെ പോകുമെന്ന് അച്ഛൻ വിശ്വസിച്ചിരുന്നു. അച്ഛൻ കരുതി വെച്ച ഓരോന്നിലും അതിന്റെ തെളിവുണ്ട്. അത് ഞാനാകുമെന്ന് അവർ ആഗ്രഹിച്ചിരിക്കാം. അല്ലെങ്കിൽ രജത്തേട്ടനും രക്ഷിയേട്ടനും ആകുമെന്ന് ചിന്തിച്ചിരിക്കാം. പക്ഷേ മകളെന്ന നിലയിൽ ഇത് ഞാൻ തന്നെ കണ്ടെത്തണം. അവരുടെ അന്വേഷണങ്ങൾ കഴിഞ്ഞതല്ലേ. അതുകൊണ്ട് അവർ അറിയാതെ പോയ പുതിയ കഥകൾ ഞാൻ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരും. സത്യയിൽ ആത്മവിശ്വാസം നിറഞ്ഞു. ട്രെയിൻ മധ്യപ്രദേശിന്റെ പാറക്കെട്ടുകൾ കടന്ന് രാത്രിയായപ്പോൾ ആന്ധ്രയുടെ ചൂടുള്ള പ്രദേശങ്ങളിലേക്ക് എത്തി. വ്രണിതമായ ഹൃദയത്തോടെ അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാശ്മീർ യാത്രയിൽ വിനിയോട് വിജിയുടെ കാര്യം ചോദിച്ചത് ഓർമ്മയിൽ തെളിഞ്ഞു. വിവേകേട്ടന്റെ ഭാര്യ സജിതയുടെ സഹോദരൻ സൗഹൃദിന്റെ ആലോചന വന്നതിൽ അവളുടെ തീരുമാനം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ചോദിച്ചത്. എന്ത് തീരുമാനം? ഒന്നുമില്ല സത്യ. പലരുടെയും ജീവിതം ഒരു എടുത്തുചാട്ടമാണ്. എന്റെ ഏട്ടന്റേതും അങ്ങനെയായിരുന്നു. ഒരിക്കലും ചേരാൻ പാടില്ലാത്തവരായിരുന്നു അവർ. ഏട്ടനൊരു പഠിപ്പിസ്റ്റ് ആയിരുന്നു, കാണാനും കൊള്ളാം. അങ്ങനെ സ്മാർട്ടായ ഒരാളോടുള്ള അട്രാക്ഷൻ മാത്രമായിരുന്നു സജിതയ്ക്ക് എന്റെ ഏട്ടനോട് തോന്നിയിരുന്നത്. ഏട്ടന്റെ കാര്യം അതിനേക്കാൾ വലിയ കോമഡിയാണ്. ഉള്ളിലുള്ള പ്രണയത്തെ മറക്കാൻ ഏട്ടനൊരു ഉപായമായിരുന്നു സജിത വെച്ച് നീട്ടിയ പ്രണയം. പരസ്പരം മനസ്സിലാക്കാനുള്ള സമയമൊന്നും അവരെടുത്തിരുന്നില്ല. അതിനു മുമ്പ് വിവാഹിതരായി. അതുകൊണ്ടാവും സ്ഥിരതയില്ലാത്ത ഒന്നിൽ അധികകാലമൊന്നും അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനും കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഏട്ടനോട് ആദ്യം തോന്നിയ പ്രണയമൊക്കെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവസാനിച്ചിരുന്നു. ഞങ്ങളുടെ വീടും ചുറ്റുപാടും മാത്രമല്ല, ഞങ്ങളെപ്പോലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ സൗഹൃദ പൊതുവെ എത്ര നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞാലും ഉടനെ വിജയൊരു മറുപടി പറയില്ല. ആദ്യം അവൾക്കൊരു താല്പര്യം തോന്നട്ടെ, അതിനുശേഷമല്ലേ മറ്റുള്ള കാര്യങ്ങൾ. അവളൊരു ഡോക്ടർ ആയതുകൊണ്ടാണ് ഈ ആലോചന വന്നതെന്നാണ് അവൾ തന്നെ പറയുന്നത്. ആലോചന വന്ന കാര്യം അവളോട് പറഞ്ഞതല്ലാതെ മറ്റൊന്നും ആരും അവളോട് ചോദിച്ചിട്ടില്ല. കല്യാണം കഴിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. അവള് ആലോചിച്ചു നോക്കട്ടെ. സത്യ ശരിയാണെന്നതുപോലെ തലയാട്ടി. വിവിയേട്ടന്റെ പ്രണയം ആരായിരുന്നുവെന്ന് നിനക്കറിയണ്ടേ സത്യേ? കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം വിനി ആകാംക്ഷയോടെ ചോദിച്ചു. സത്യ ഒന്നും മിണ്ടിയില്ല.
അതറിഞ്ഞിട്ട് എനിക്കെന്താണ് കാര്യമെന്നാണ് അവൾ ചിന്തിച്ചത്. നിനക്കെന്താ സത്യ ഏട്ടനോടൊരകൽച്ച? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തകൽച്ച? നീ എന്താ വിനി ഇങ്ങനെ ചോദിക്കുന്നത്? സത്യ അമ്പരന്നു. അല്ല, മുമ്പെപ്പോഴോ അമ്മ നിന്റെ കാര്യം പറഞ്ഞപ്പോൾ പോകുവാണെന്നൊരു വാക്കുപോലും വാതുറന്ന് എന്നോട് പറയാതെ പോയവളുടെ കാര്യം എനിക്ക് കേൾക്കേണ്ടെന്ന് ഏട്ടൻ പറഞ്ഞിരുന്നു. എന്താ? സത്യ വിനി പറയുന്നത് മനസ്സിലാവാതെ എടുത്തു ചോദിച്ചു. എടി പൊട്ടി, നീ അന്ന് വാര്യത്ത് നിന്ന് പോയപ്പോൾ ഏട്ടനോട് മാത്രം യാത്ര പറഞ്ഞില്ലെന്നാണ് ഏട്ടൻ പറയുന്നത്. സത്യ ആ സംഭവം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്കൊന്നും ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. പറഞ്ഞിട്ടുണ്ടാവും വിനി. ഇനി പറഞ്ഞില്ലേ? എനിക്ക് ഓർമ്മ വരുന്നില്ല. അവളുടെ മുഖം വല്ലാതെയായി. തുടരും.